ബോച്ചെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ബൈ നൗ പേ ലേറ്റർ. മൈസൂരുവിലെ വീട്ടിൽ നിന്ന് അവസാനമായി യാത്ര പറഞ്ഞിറങ്ങുമ്പോഴും വൈകാതെ അങ്ങോട്ട് വരാമെന്നായിരുന്നു ജാനകി അമ്മയുടെ വാക്ക്. വെറുമൊരു ആരാധകരിൽ നിന്നും കുടുംബാംഗത്തെ പോലെ വളർന്ന ബന്ധമായിരുന്നു എസ് ജാനകിയും ഒറ്റപ്പാലം സ്വദേശി സുജേഷും തമ്മിൽ. പൂനെയിലെ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ തോട്ടക്കര വിശ്വാസിൽ സുജേഷ് വയനാട്ടിൽ സ്വന്തമായി നടത്തുന്ന ആയുർവേദിക് റിസോർട്ടിലേക്ക് വരാമെന്നായിരുന്നു എസ് ജാനകിയുടെ ഉറപ്പ്. സുജേഷ് 2 ആഴ്ച മുമ്പാണ് മൈസൂരിലെത്തി ജാനകിയെ അവസാനമായി കണ്ടത്. ഒരു ദിവസം അവിടെ നിന്ന ശേഷം മടങ്ങുമ്പോഴായിരുന്നു വയനാട് സന്ദർശനം സംബന്ധിച്ച ഉറപ്പ്. ആരാധന കുടുംബ സൗഹൃദത്തിലേക്ക് നീണ്ട സുജേഷിന് ജാനകി ശരിക്കും അമ്മയുടെ സ്ഥാനത്തായിരുന്നു. ഫോണിലും നേരിട്ടുമെല്ലാം വിളിച്ചിരുന്നതും അമ്മയെന്നാണെന്ന് സുജേഷ് അനുസ്മരിച്ചു. വ്യക്തിപരമായ പ്രതിസന്ധികളിൽ പോലും ജാനകി താങ്ങായിരുന്നു. 2013 ജനുവരി 26 സുജേഷിന്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ ഒറ്റപ്പാലത്തെത്തിയ ജാനകി 4 ദിവസത്തോളം വീട്ടിലുണ്ടായിരുന്നു. കുടുംബാംഗങ്ങളുമായും മികച്ച വ്യക്തിബന്ധമായിരുന്നു. 2006 ചെന്നൈയിൽ വെച്ചാണ് ജാനകിയെ ആദ്യമായി കണ്ടതെന്ന് സുജേഷ് ഓർക്കുന്നു. മരണവാർത്തയ്ക്ക് പിന്നാലെ സുജേഷ് മൈസൂരിലേക്ക് തിരിച്ചു. ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. ഡോട്ട് വ്യൂ ന്യൂസ്. കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.